ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. നിയന്ത്രണങ്ങൾ പ്രായോഗികമല്ലെന്നാണ് ദേവസ്വങ്ങളുടെ ഹർജിയിൽ പറയുന്നത്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, ദേവസ്വങ്ങൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. സംഗീത, ആനമെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പൂരം എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ തടസ്സമാകും എന്നാണ് ഇവരുടെ ഹർജിയിലുള്ളത്. പ്രത്യേകിച്ച് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം എന്നാണ് ഒരു മാർഗനിർദ്ദേശം. അത് പ്രായോഗികമല്ല. അതോടൊപ്പം തന്നെ എഴുന്നള്ളിപ്പിൽ ആനയും തീ സംബന്ധമായ കാര്യങ്ങളും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി ഉണ്ടാകണം. മറ്റൊന്ന്, ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി വേണം. അതോടൊപ്പം തന്നെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ആനകളെ പൊതുനിരത്തിൽ കൂടി കൊണ്ടുപോകരുത്. ഒരു ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ നടത്തരുത്. അത്തരത്തിലുള്ള കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ മാർഗനിർദ്ദേശങ്ങൾ യാതൊരു ഇളവും നൽകാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പൂരം നടത്തിപ്പിന് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ തടസ്സമാകും. അത് പ്രായോഗികമല്ല എന്നാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശരി ഷബ്ന, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.